ഇടയ്ക്ക് മിനിങ്ങാന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നു, പരാതി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പം ഇവിടുന്ന് പറഞ്ഞത് DMIക്ക് കൊടുക്കണം, അവിടെ നിന്നാണ് ഇങ്ങോട്ട് പരാതി ഫോർവേഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താ ഇങ്ങോട്ട് ഫോർവേഡായി വന്നിട്ടുണ്ടോ ഇവരറിഞ്ഞോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ നേരിൽ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ടേ നമ്മൾ പടക്കണം. എന്തായാലും ഇപ്പോൾ ഈ കേസെടുത്തതിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നടപടി എടുക്കണം, ശക്തമായൊരു നടപടി എടുക്കണം. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് അതുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇനിയും ഞാൻ തുടർന്ന് ഒരുപാട് കാലം ജീവിക്കണം എങ്കിൽ എനിക്ക് ആരോഗ്യത്തിന് അതിനായ ഒരിത് വേണം. തുടർന്ന് എന്താണ് നടപടി എനിക്ക് അതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കി തരണം. പ്രധാനമായി 2 ആവശ്യമില്ലേ? ഒന്ന് ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണം, നഷ്ടപരിഹാരം ഉണ്ടാവണം. ഈ 2 ആവശ്യങ്ങളല്ലേ? അതെ. ഇതിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാനാണോ വന്നിരിക്കുന്നത്? അതെ, എനിക്ക് ഒരു കുഴപ്പമില്ല, കിടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അത് എൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാവും, അത് കണ്ട് എനിക്ക് പറയണം. എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അവരുടെ അടുത്ത് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ പരാതി കൊടുക്കുമ്പോൾ DMO ഓഫീസിൽ നടക്കുന്ന ഡോക്ടറെ സംരക്ഷിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അവർ പറഞ്ഞായിരുന്നു? ഡോക്ടർക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും സംസാരിച്ചു? അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതിന് മുന്നേ അവിടെ അവരറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ പരാതി. നമ്മൾ പറയുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അവിടെ എന്തോ അറിഞ്ഞിട്ടുണ്ട് അവർ. അങ്ങനെ അവർ ആ ഒരു രീതി തന്നെയാണ് എടുത്തത്, പറഞ്ഞത്. ഇതിപ്പോൾ ഡോക്ടർ രാജീവ് കുമാറിനെ മാത്രം ആണ് പ്രതി ചേർത്തിരിക്കുന്നത്. എനിക്ക് മെയിനായിട്ട് എന്നെ സർജറി ചെയ്ത രാജീവ് കുമാർ ഡോക്ടറാണ്. എനിക്ക് അതേ അറിയാവൂ. എന്നെ സർജറി ചെയ്തതും തുടർ ചികിത്സകൾ ഇത്രയും നാളെ ചെയ്തതും രാജീവ് കുമാർ ഡോക്ടറാണ്. നേരത്തെ ഒരു അവ്യക്തത ഉണ്ടായത് നിങ്ങൾ ഗൂഗിൾ പേ വഴി ഉൾപ്പെടെ ഡോക്ടർക്ക് റൂമിലെത്തി പണം നൽകി എന്നുള്ളതാണ്. അത് ശരിയാണോ? അതെ, ഞാൻ സർജറിക്ക് മുന്നേ നമ്മൾ ഒരു പ്രൈവറ്റായിട്ട് ഒരു റൂം എടുത്തിരിക്കുമായിരുന്നു നെടുമങ്ങാട്. അവിടെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സർജറിക്ക് മുന്നേ അവിടെ വെച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് CT ഈ ഗൈഡ് വയർ കിടക്കണം കണ്ടതിന് ശേഷം എനിക്ക് CT എടുക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഇട്ടുന്നു. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുമുണ്ട് പൈസ. പലപ്പോഴായിട്ട് എത്ര രൂപ കൊടുത്തു കാണാം നമ്മൾ? ഞാൻ ആദ്യം 2000 കൊടുത്തു, പിന്നെ 2000, പിന്നെ 500, അങ്ങനെയൊക്കെ 200 അങ്ങനെയൊക്കെ വെച്ച് പോകുമ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പരാതി വന്നു, ഈ വാർത്തകളൊക്കെ വന്നു, അതിന് ശേഷം ഡോക്ടർ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? ഇല്ല, അതിനുശേഷം വിളിച്ചിട്ടില്ല. ഇതിപ്പോൾ നിങ്ങളോട് DMO കാണാനാണ് പറയുന്നത് ഇവിടെ വരുമ്പോൾ? ഇവിടെ DMO ഇവിടെ വന്നപ്പോഴത്തേക്ക് DMO ചെന്ന് കാണുമ്പം അവിടെ പരാതി കൊടുത്താൽ മതി, അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും എന്നാ ഇവിടെ നമ്മളെ അറിയിച്ചത്. അല്ല, DMOയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പാറശാലയിൽ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനാൽ അവരാരും ഇവിടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്കെന്തായാലും ഞാൻ ഇവിടെ നിൽക്കുക. എനിക്ക് അതിനുള്ള കണ്ടൊരു നടപടി ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് അതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തു. ഒരു സമരം എന്നുള്ള നിലയിലാണോ? സമരം പ്രതിഷേധമാണോ ഇത്? എൻ്റെ കുടുംബം മൊത്തം എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഓക്കെ.